നിലപാട് അതാണ് ഷൈൻ നികത്തിനെ വ്യത്യസ്തനാക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാൻ മുമ്പും പിമ്പൊന്നും നോക്കില്ല, നല്ല ധൈര്യത്തോടു കൂടി അത് പറയും. സുഡാനി അല്ല, എന്താണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നാണ് അദ്ദേഹം ഇപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പല ആളുകളും ചേർന്നിട്ട്, ആരാണ് ആ ആളുകൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള സംഘികൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേഷ്യം വരുന്നതും ഇങ്ങനെ പ്രതികരിക്കുന്നതും എനിക്കറിയില്ല. അതെന്തോ ആവട്ടെ, ഈ പാലസ്തീൻ വിഷയത്തിൽ എന്തായാലും കൂടുതലായിട്ട് പറയാൻ നിന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും തികയില്ല. അപ്പൊ നമുക്ക് ഷൈനിലേക്ക് കിടക്കാം. ഷൈനിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിലപാട് അത് പെട്ടെന്ന് അറിയിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ആളുകൾ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷൈൻ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് സുഡാപ്പിയാണ് എന്ന രീതിയിലേക്ക് പറയുന്ന ഒരു കൂട്ടം കുറച്ച് സംഘികളുണ്ട്. ഈ സംഘികൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന റിയൽ സംഘികളെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു സുഡാപ്പിക്കാരനല്ല, എന്നിട്ട് പോലും സുഡാപ്പിയാക്കി. അദ്ദേഹത്തിനെ സുഡാപ്പി ആക്കിയതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചപ്പോ ഒരു പകപോക്കലാണോ അല്ലെങ്കിൽ ഒരു തമാശക്കാണോ ഇത് ഇട്ടത് എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് സുഡാപ്പികൾക്ക് ഇത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. സുഡാപ്പികൾ ആ ഒരു പോസ്റ്റ് എടുത്തിട്ട് സംഘികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ എല്ലാം സുഡാപ്പികളാക്കുന്നു. അപ്പോ സുഡാപ്പി എന്ന പേര് സംഘികൾക്ക് പേടിയാണ് എന്ന രീതിയിൽ ഇവരിത് പറയുന്നു. അപ്പോ ഇത് മുതലെടുപ്പിന്റെ സമയ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും കിട്ടിയ അവസരം മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പാലസ്തീനില് ഒരുപാട് മുസ്ലിം കുഞ്ഞുങ്ങളെ കൊന്നുകൂട്ടിയിട്ടുണ്ട് അല്ലെ. ആ ഒരു സമയത്ത് എല്ലാവരും പാലസ്തീനെ സപ്പോർട്ട് ചെയ്തത് വന്നു. പക്ഷേ പാലസ്തീൻ തിരിച്ച് അങ്ങോട്ടും ചെയ്തിട്ടുണ്ട് മുന്നേ അല്ലെ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക വീഡിയോസ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത്ര ഒരു നല്ല നടപടിയായിട്ട് എനിക്കും തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിക്കുമ്പോ അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും പേരെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ തിമിരം പിടിച്ച ആളുകൾ ഇവിടെ ഉള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. ഷൈനിന് ഇപ്പോ ഞാൻ സുഡാപ്പിയാണ് അല്ലെങ്കിൽ എന്നെ സുഡാപ്പിയാക്കുന്നു എന്ന ഒരു പോസ്റ്റ് ഇടുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. പല ആളുകളും ഒരു പക്ഷെ കളിയാക്കപ്പെടലിന്റെ ഭാഗമായിട്ട് പലപ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പാലസ്തീൻ വിഷയത്തിൽ എല്ലാ നടന്മാരൊന്നും പ്രതികരിച്ചിട്ടില്ല. കുറച്ച് കുറച്ച് നാക്ക് ബലമുള്ള ആളുകൾ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഈ ഷൈന്റെ പല വാക്കുകളും പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടാറുമില്ല. ഇപ്പൊ എന്തായാലും വീണ കിട്ടിയ അവസരം എന്നോളം സുഡാപ്പിക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സുഡാപ്പിക്കാർ ഇത് ഉപയോഗിക്കുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘികൾക്ക് ഞങ്ങളെ പേടിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹിന്ദു ആയുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തില് ഒരു വിവാദത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആളുകൾ ഇഷ്ടപ്പെടാതെ വരികയും അപ്പൊ അദ്ദേഹത്തെ പിടിച്ച് സംഖ്യയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സംഖ്യ കൊങ്ങി കമ്മിയാകും, കമ്മി സുഡാപ്പിയാകും. അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനദണ്ഡവും ഇല്ലാതെ അന്യോന്യം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ട രാഷ്ട്രീയ കീടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തില് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് ഒരു പക്ഷേ ഇതൊരു തമാശ, ഒരു കളിയാക്കലാകാം. എന്നിരുന്നാൽ പോലും എന്നെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊരു പോസ്റ്റ് ഇടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതെന്തായാലും സുഡാപ്പികൾ എന്ന് പറയുന്ന മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, സംഘികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു ഹൈപ്പ് കിട്ടുന്നതിന് ഇത് വലിയ രീതിയിൽ ഒരു ഗുണം ചെയ്യും. ഷൈനത് എന്തിനാണ് ഇട്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. 2 ദിവസം മുമ്പ് നടന്ന ഇന്റർവ്യൂകളിലൂടെയും അതിന് മുന്നേ നടന്ന കുറച്ച് പോസ്റ്റുകളൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ഇതേപോലെ സംഘിയും സുഡാപ്പിയും ഒക്കെ ആക്കുന്ന രീതികൾ എന്തായാലും മാറ്റണം. എന്ത് വിഷയവും എന്താണ് ഇവിടെ അറിയോ, രാഷ്ട്രീയമാണ്. എന്ത് നടന്നാലും അത് രാഷ്ട്രീയമാണ്. ആ ഒരു നിലപാട് അതാണ് ഇവിടെ നിന്ന് മായ്ച്ചു കളയേണ്ടത്. ഒരു 10-15 വർഷം മുമ്പൊന്നും ഇങ്ങനൊന്നും അല്ല. ഇവിടെ എന്തിനും ഏതിനും രാഷ്ട്രീയം കലർത്തുന്ന ഒരു അവസരം ഇല്ലായിരുന്നു. ഇവിടെയുള്ള ചാനലുകളാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് കൊട്ടിഘോഷിക്കുന്നത്. ഒരു ചെറിയ വിഷയത്തെ വലിയ രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മുടെ നാടിന്റെ ക്രമസമാധാനം നശിപ്പിക്കുന്നതിലും ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട്. കാരണം പണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്ന ഓരോരോ വിഷയങ്ങളെയാണ് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നത്. എന്തായാലും ആ നിലപാട് കാണിച്ച ഷൈൻ എന്തായാലും ആള് പുള്ളിയാണ്. കാരണം കളിയാക്കിയവരുടെ അതേ ആ ഈണത്തിൽ തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സുഡാപ്പി ഫ്രം ഇന്ത്യ എന്തായാലും കൊള്ളാം.